ജബ്ബാറിൻ്റെ ഖുർആൻ വിശദീകരണത്തിൽ ഇനി ജബ്ബാർ പറയുന്നൊരു സംഗതി, പശുവിൻ്റെ പാല് കുടിച്ചാൽ പശു ഉമ്മയാവും, ആടിൻ്റെ പാൽ കുടിച്ചാൽ ആട് ഉമ്മയാവും. ഇതൊക്കെയാണ്. അതിന് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ജബ്ബാറിനെ നമുക്ക് പശുക്കുട്ടിയെന്ന് വിളിക്കാം, അല്ലെങ്കിൽ കാളക്കുട്ടിയെന്നോ മൂരിക്കുട്ടിയെന്നൊക്കെ വിളിക്കാം. കാരണം പശുവിൻ്റെ ഭർത്താവ് മൂരി അല്ലെങ്കിൽ കാളയായിരിക്കുമല്ലോ. അപ്പോൾ ആ പശുവിൻ്റെ പാല് കുടിച്ചാൽ ആളെ സംബന്ധിച്ച് ആളെ സംബന്ധിച്ച് പശുവിൻ്റെ കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി മൂരിക്കുട്ടി എന്നൊക്കെ വിളിക്കാം. മൂരിക്കുട്ടി എന്ന് വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ജബ്ബാറിൻ്റെ സ്വഭാവമായിട്ട് ഏറ്റവും ബന്ധപ്പെടുത്തി പറയാവുന്നത് പശുക്കുട്ടിയല്ല, മൂരിക്കുട്ടി എന്ന് വിളിക്കുന്നതാണ്. കാരണം മനുഷ്യന് തൻ്റെ ബുദ്ധി പണയം വച്ചിട്ട് യുക്തിവാദം എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുന്നള്ളിക്കണതിന് ക്കാൾ നല്ലത് അവൻ യഥാർത്ഥത്തിൽ മനുഷ്യക്കുട്ടിയല്ല മൂരിക്കുട്ടിയാണ് എന്ന് പറയുന്നതായിരിക്കും. അതാണ് ജബ്ബാറിന് ചേരുന്ന ഏറ്റവും നല്ല പ്രയോഗം എന്ന് പറയുന്നത്. എന്നിട്ട് ജബ്ബാർ പറയണത് മുഹാജിർ അൻസാറുകൾ സഹോദരന്മാരായാലും പ്രശ്നമല്ല എന്നാണ്. മുഹാജിർ അൻസാറുകൾ സഹോദരന്മാരായാലും പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഈ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പോലും അവരെ വളർത്തിയിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ സാഹോദര്യ ബന്ധം നിലനിർത്തണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത് ജബ്ബാർ തന്നെ പറഞ്ഞല്ലോ. ഫൈലം താലമു ആബാഹും ഫൈഹ്വാനുക്കും ഫിദ്ദീനി ഓവാലിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ സഹോദരന്മാരായി കാണുക, അവരെ നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആളുകളായി കാണുന്നത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. ഈ ഒരു സംഗതി തന്നെയാണ് മുഹാജിർ അൻസാറുകൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് 2 സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ഹശറിലാണ്. ആ ഹശറിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. നേരത്തെ മദീന യസ്രിബിൽ സ്ഥിരവാസം ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ അവർ തങ്ങളിലേക്ക് ഹിജറ ചെയ്ത് വന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. എന്നിട്ട് പറഞ്ഞു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അവർ തങ്ങളുടെ ഈ സഹോദരന്മാർക്ക് പ്രാധാന്യം നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സംഗതിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, യുക്തിവാദിയെ സംബന്ധിച്ച്, നാസ്തികനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്വാർത്ഥത മാത്രമേ ലക്ഷ്യമായി തീരുകയുള്ളൂ. കാരണം മനുഷ്യപ്പറ്റുണ്ടാവണമെങ്കിൽ മനുഷ്യനാരാണെന്നും അവൻ എന്തിനു വേണ്ടി വന്നു എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടത്, ആരാണ് അവനെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എന്താണ്, തൻ്റെ പ്രവർത്തനങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതുണ്ടോ ഇല്ലേ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ബോധ്യമില്ലാത്തത് അംഗീകരിക്കാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാർത്ഥനായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് തന്നെ യുക്തിവാദിയായിട്ട് ജബ്ബാർ അടക്കമുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ സ്വാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥരായിട്ടുള്ള ആളുകൾക്ക് മുഹാജിർ അൻസാറുകൾ എന്ന് മാത്രമല്ല, ആധുനിക ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തൻ്റെ അവർക്കില്ലാന്നുള്ളതാണ് വസ്തുത. മദീനയിൽ ഹിജറ ചെയ്ത് വന്നിട്ടുള്ള മക്ക നിവാസികളായിട്ടുള്ള ആളുകളെ അവിടെ മുഹാജിറുകൾ സ്വീകരിച്ചിരുന്നത് ഏത് സ്വഭാവത്തിലായിരുന്നു, എന്ത് അടിസ്ഥാനത്തിലായിരുന്നു, ഇത് രണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ആദർശ സാഹോദര്യം എന്ന് പറയുന്നതിനാണ് ലോകത്ത് എക്കാലത്തും മനുഷ്യർ രക്തബന്ധത്തെക്കാൾ പ്രാധാന്യം നൽകിയത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ആര് തന്നെ നിഷേധിച്ചാലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണത്. അത് ഇസ്ലാമിൻ്റെ മാത്രം സവിശേഷതയല്ല. ലോകത്ത് ഏത് പ്രസ്ഥാനത്തെ നമ്മളെടുത്താലും ആ പ്രസ്ഥാനത്തിൽ ഉൾച്ചേരുന്ന ആളുകൾ, ഇപ്പോൾ യുക്തിവാദികളെ തന്നെ എടുക്കുക, ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളെ തന്നെ എടുത്താലും അവർക്കാരുമായിട്ടാണ് കൂടുതൽ ബന്ധം ഉണ്ടാവുക? വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെന്ന് വേണ്ട, മതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുമായിട്ടാണോ അവർക്ക് ബന്ധം ഉണ്ടാവുക കൂടുതൽ, അതോ യുക്തിവാദികളുമായിട്ടായിരിക്കുമോ? അതുപോലെ തന്നെ നാസ്തികന്മാരായിട്ടുള്ള ആളുകൾക്ക് ആരുമായിട്ടായിരിക്കും ബന്ധം? അപ്പോൾ ഇത് ലോകത്ത് മനുഷ്യൻ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അവരെക്കാലത്തും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഗതിയുമാണ്. ഇതാണ് ഇവിടെ മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്നിട്ടുള്ള മുഹാജിറുകളോട് അൻസാറുകൾ കൈക്കൊണ്ടിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്.
ഈ സമീപനത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായിട്ടൊന്നുമില്ല. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഈ അഹ്സാബിൻ്റെ ജബ്ബാർ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഗതി 6-ാമത്തെ ആയത്തിലാണ് ഉള്ളത്. വൗലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ ഇല്ലാ അൻ തഫഅലു ഇലാ ഔലിയായിക്കും മഅറൂഫാ എന്നാണ്. രക്തബന്ധമുള്ളവർ അർഹാം അവരാണ് പരസ്പരം അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് പരസ്പരം കൂടുതൽ ബന്ധമുള്ളവർ. രക്തബന്ധത്തിനാണ് മനുഷ്യൻ കൂടുതൽ ബന്ധം കൽപ്പിക്കുക. അത് അള്ളാഹു തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദത്തുപുത്രാനും ഈ പോറ്റുമ്മ അല്ലെങ്കിൽ വളർത്തച്ഛൻ ഇവരുമായിട്ട് യഥാർത്ഥത്തിൽ രക്തബന്ധമില്ല. അതാണ് ഒരു സംഗതി. അവർ രക്തബന്ധമുള്ളവരാണോ കൂടുതൽ അടുപ്പമുള്ളവർ, ബന്ധപ്പെട്ടിട്ടുള്ളവർ, അർഹരായിട്ടുള്ള ആളുകൾ എന്ന് ചോദിച്ചാൽ രക്തബന്ധമുള്ളവരാണ്. അത് ഈ വളർത്തിപുത്രനില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വസ്തുത. രണ്ടാമത്തെ സംഗതി ഇവിടെ ഖുർആൻ പറയുന്നത് ആരെക്കാൾ മുഹാജിറുകളും മറ്റ് വിശ്വാസികളും, രക്തബന്ധത്തിലുള്ളവരല്ലാത്ത മറ്റ് വിശ്വാസികളും അതുപോലെ തന്നെ മുഹാജിറുകളും ഇവരെക്കാളൊക്കെ രക്തബന്ധത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് കൂടുതൽ അടുപ്പമുള്ളവർ, ബന്ധപ്പെട്ടവർ എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ അവിടെ പറഞ്ഞ ഇല്ലാ തഫ്അലു ഇലാ ഔലിയായിക്കും മഅറൂഫ. ഇനി മുഹാജിറുകളുടെ ഒക്കെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് മൂമിനുകളുടെ വിശ്വാസികളുടെ കാര്യത്തിലായാലും, അത് മുഹാജിറുകളുടെ നമുക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല, മറ്റു വിശ്വാസികളുടെ കാര്യത്തിലായാലും നിങ്ങൾ അവർക്ക് വല്ല നന്മയും ഉപകാരവും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സംഗതിയാണ്, അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആളുകൾ എന്നുള്ളവർക്ക് പരിഗണിച്ചുകൊണ്ട് ആവരുത്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. ഈ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നിട്ടുള്ള മുഹാജിറുകളോട് അൻസാറുകൾ കൈക്കൊണ്ടിരുന്നത്. അവിടെ ജബ്ബാർ പറഞ്ഞത് അവരുടെ സമ്പത്തടക്കം അവർക്ക് ഓരി വെച്ച് കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അൻസാറുകൾ പറഞ്ഞിരുന്നു, 2 ഭാര്യമാരുള്ള ആളുകൾ ഞങ്ങൾ ഒരാളെ വിവാഹമോചനം നടത്തിയിട്ട് മുഹാജിറിന് കെട്ടിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ തങ്ങളുടെ സ്വത്തിൽ അവർക്ക് പങ്ക് നൽകാമെന്നൊക്കെ. മുഹാജിറുകളത് അംഗീകരിച്ചോ? അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? ഇസ്ലാം അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇവിടെ ആദർശ സഹോദരന്മാരെന്നുള്ളവർക്ക് തൽക്കാലം അവർ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആളുകൾ എന്നുള്ളവർക്ക് അവർക്ക് അഭയം നൽകണം, ആ നിലക്ക് അവരെ സഹോദരന്മാരായി പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം ഇസ്ലാം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അൻസാറുകൾ കൈക്കൊള്ളുകയും ആ അർത്ഥത്തിലാണ് അവർ മുഹാജിറുകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കവിഞ്ഞ യാതൊരു ബന്ധവും അവിടെ അൻസാറുകളും മുഹാജിറുകളുമായിട്ടുണ്ടായിട്ടില്ല. അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യം സ്ഥാപിച്ചു പറഞ്ഞത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യമാണ്. അത് അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ അവസരം ഈ അൻസാറുകൾ മുഹാജിറുകളോട് ഞങ്ങൾക്കുള്ള എൻ്റെ ഉദാഹരണത്തിന് ഒരു അൻസാരി തൻ്റെ സഹോദരനായിട്ടുള്ള മുഹാജിറിനോട് പറയാണ്, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഞാനൊരു ഭാര്യയെ തലാക്ക് ചെല്ലിയിട്ട് താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം, എൻ്റെ സ്വത്തിൽ താങ്കൾക്ക് വിഹിതം നൽകാം. ഇതവർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ മുഹാജിർ എന്താ പറഞ്ഞത്? ആയിക്കോട്ടെ എന്ന് പറഞ്ഞോ? ആയിക്കൊള്ളട്ടെ, താങ്കൾ ആ ഭാര്യയെ തലാക്കൽ നിങ്ങൾക്ക് കെട്ടിച്ചുണ്ടാ, താങ്കളുടെ സ്വത്തിന് എനിക്ക് പകുതി തന്നാളാന്ന് പറഞ്ഞോ? ഇല്ല. അവർ പറഞ്ഞ നേരെ മറിച്ച, എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അവർ കച്ചവടക്കാരാണ്, മക്കാർ, അവർക്ക് അങ്ങാടിയിൽ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അവർ കച്ചവടം ചെയ്താണ് ജീവിച്ചിട്ടുള്ളത്. മദീനക്കാർ കർഷകരാണ്, മക്കാർ കച്ചവടക്കാരാണ്. കച്ചവടക്കാരായിട്ടുള്ള മക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവർ കച്ചവടം ചെയ്തു. അങ്ങനെയാണ് മുഹാജിറുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പോലുള്ളവരൊക്കെ അവിടെ നിന്ന് കച്ചവടം നടത്തിയിട്ട് പിന്നീട് വലിയ പണക്കാരായി മാറുന്നത്. അല്ലാതെ അൻസാറുകളിൽ നിന്ന് അവരുടെ സമ്പത്തിൻ്റെ പകുതി വാങ്ങിയിട്ടല്ല. അപ്പോൾ ജബ്ബാർ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു ഇടപാടും മുഹാജിറുകളും അൻസാറുകളും തമ്മിലുണ്ടായിരുന്നില്ല. ആ ഇടപാട് ഇവിടെ ദത്തുപുത്രനുമായിട്ടുണ്ടാകാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പറയുന്നത്. അയാൾ നിങ്ങളുടെ മകനോ മകളോ അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട സമ്പത്തിൽ അവർക്ക് അനന്തരാവകാശം നൽകാൻ അവകാശം നൽകാൻ പറ്റൂല, വിഹിതം നൽകാൻ പറ്റൂല. അതേ അവസരം നിങ്ങൾ അവർക്ക്
നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ട് അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനൊന്നും ഇവിടെ ഇസ്ലാം എതിരല്ല. അത് മുഹാജിറുടെ കാര്യത്തിലും എതിരല്ല, ദത്തുപുത്രന്മാരുടെ കാര്യത്തിലും എതിരല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇതാണ് ജബ്ബാർ തള്ളി പറയുന്നത്. ജബ്ബാറിന് മനസ്സിലാവില്ല. കാരണം ജബ്ബാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാർത്ഥതയാണ്, അഹന്തയാണ്, അഹങ്കാരമാണ് ജബ്ബാറിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന് കാരണം.